അപ്പോൾ അങ്ങനെ ഫുൾ സ്റ്റാക്ക് ഇട്ട് അടിക്കണം ഇവിടെ. വേണമെന്ന് വെച്ചാൽ പോവും, സീനൊന്നുമില്ല. ഇതൊക്കെ ഫാറ്റാണ്. നിലമ്പറൊക്കെ പോകുന്നുണ്ട്. ഇതിപ്പോ അറൗണ്ട് ഒരു 9 ഒക്കെ അല്ലേ ഉണ്ടാവും. സീന് 40 മേത്തച്ചാണ്. ഇപ്പം കൂടുതൽ പേര് ജസ്റ്റ് ഉണ്ട് ഇട്ടാണെങ്കിൽ ചുറ്റി പിടിക്കും. പക്ഷെ ഞാൻ അല്ല ഹിറ്റേണ്ടത്, അത് ശീലമായി പോയതല്ലേ. ഏത് ആ ട്രാപ്സ് പിടിച്ച് വലിച്ചപ്പോൾ എൻ്റെ മോനെ എല്ലാത്തിനും ശീലമായി. ഹലോ എവരിവൺ, സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് FT60, നമ്മളെ കാലിക്കറ്റ് ഏറ്റവും ബിഗ്ഗസ്റ്റ് വെയർ ഹൗസ് ജിമ്മായ FT60യിലാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ ധാരാളം എല്ലാവർക്കും അറിയുണ്ടാവും, നമ്മളെ JP ലിഫ്റ്റ് നമ്മളെ കേരളൻ്റെ സ്ട്രെങ്ത് മോൺസ്റ്ററാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് JP ലിഫ്റ്റിന് കൂടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നിക്കാണ്. സോ നമ്മൾ ബാക്ക് വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്, കാരണം നമുക്ക് വീക്കായി ഉള്ള പോയിൻ്റാണ് ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യും. ബാക്ക് മെയിൻലി നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് വിഡ്ത്താണ്, കാരണം തിക്നെസ് നമുക്ക് ഓക്കെയാണ്, പക്ഷേ വിഡ്ത്ത് നമുക്ക് വളരെ കുറവാണ്. സോ അതിന് നമുക്കിന്ന് നമ്മളെ ട്രെയിനറായി കാണുള്ളത് നമ്മളെ JP ലിഫ്റ്റാണ്. സോ വർക്കൗട്ട് എന്തൊക്കെ ചെയ്യാൻ പോകുന്നില്ല ചെറിയ ബ്രീഫ് JP ലിഫ്റ്റ് തരും. അപ്പോൾ വർക്കൗട്ടിൻ്റെ ചെറിയൊരു ബ്രീഫ്. അലി മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അലിക്ക് കുറച്ചുകൂടെ ബാക്കിൽ വിഡ്ത്ത് ഫോക്കസ് ചെയ്ത് ചെയ്യണം. പിന്നെ അതുപോലെ ട്രാപ്സ്, പിന്നെ ലോവർ ബാക്കിൻ്റെ ചെറിയൊരു ഇഞ്ചറി ഉണ്ടെന്ന് പറഞ്ഞ് അതിനുള്ള കുറച്ച് സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് നമ്മളെ മെയിൻ ഫോക്കസ്. അപ്പോൾ നമ്മൾ വിഡ്ത്തിന് വേണ്ടി ലാറ്റ്സും സെറേറ്റസ് മസിലുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതിന് വെർട്ടിക്കൽ പുള്ളും ഒരു ഹൊറിസോണ്ടൽ പുള്ളും, അതായത് മിക്കവാറും സീറ്റഡ് റോയും പിന്നെ ഒരു ചെസ്റ്റ് സപ്പോർട്ട് വർക്കൗട്ട് ആയിരിക്കും ചെയ്യുക. പിന്നെ ട്രാപ്സ് ഫോക്കസ് ചെയ്യാൻ ഒരു ഷഗ് വർക്കൗട്ടും, പിന്നെ ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ ഹൈപ്പർ എക്സ്റ്റൻഷനും അതിൻ്റെ കൂടെ കുറച്ച് സ്ട്രെച്ചിങ്സും മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അധികം ഹെവി ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നില്ല, കാരണം നമുക്ക് ലോവർ ബാക്കിന് ഒരു ഇഞ്ചറി ഉള്ളതുകൊണ്ട്. നമുക്ക് ലോവർ ബാക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. നമുക്ക് കുറേ മുന്നേ ഒരു 6 മാസം മുന്നേ നമുക്ക് ചെറിയൊരു ഇഞ്ചറി പറ്റീന്. അപ്പം കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ലാറ്റ്സിന് ചെറിയൊരു പിടുത്തം വന്നിട്ട് നമ്മളൊരു 1 മന്ത് നമ്മൾ റെസ്റ്റ് എടുത്തിന്. അപ്പം അതിന് ശേഷം ഇപ്പോഴും ശരിക്ക് റിക്കവർ ആയിട്ടില്ല. നമുക്ക് ഹെവി ആയിക്കാണ് വെയിറ്റ് എടുക്കാൻ കഴിയില്ല. അതുപോലെ ലെഗ് ഡേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാംസ്ട്രിങ്സ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു പെയിൻ നമുക്ക് ലോവർ ബാക്ക് നമുക്ക് വരുന്നുണ്ട്. സോ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ലാസ്റ്റ് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വെയിറ്റും ലോഡ് ചെയ്യാത്ത നമ്മൾ ലോവർ ബാക്ക് ചെറുതായിട്ടും കളിക്കും. സോ അതിലേക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ട്രാപ്സ് നമുക്ക് വീക്കാണ്, അപ്പോൾ ട്രാപ്സിന് നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ആ വർക്കൗട്ടിനെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും നല്ല വർക്കൗട്ട് ആയിരിക്കും, കാരണം രണ്ടുപേരും ഡിഫറെൻറ്റ് മെത്തേഡാണ്. കാരണം സ്ട്രെങ്ത് ഫോക്കസ്ഡ് ആണ്, നമ്മൾ ഹൈപ്പർട്രോഫി ഫോക്കസ്ഡ് ആണ്. സോ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേർക്കും അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് നിങ്ങൾക്കും പഠിക്കാം. സോ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട, കുറേ ഇൻഫർമേഷനും കുറേ കാര്യങ്ങളും ഉണ്ടാവും. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ തുടങ്ങല്ലേ? യെസ്. സ്ട്രെച്ചിങ്ങനെ വാമപ്പ് ചെയ്യാൻ പോകണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. വേണ്ട അഡ്ജസ്റ്റേഴ്സ് ഞാനിപ്പോൾ അധികം വെയിറ്റ് എടുക്കാതെ ഫോക്കസ് തന്നെ മാത്രം ഫോക്കസ് ചെയ്യും. അതിപ്പം എനിക്കിപ്പോൾ അഡ്ജസ്റ്റേഴ്സാണ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രണ്ടിൻ്റെ സൈസിന്. അപ്പോൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യും. പിന്നെ എക്സ്റ്റൻഷനും കേളും ചെയ്ത് കാണ്ട് അതും ബിൽഡ് ചെയ്യാൻ നോക്കും. പിന്നെ സ്ക്വാട്ടിന് പകരം ലെഗ് പ്രസ് കൊടുക്കും. സ്ക്വാട്ട് ചെയ്യല്ല, സ്ക്വാട്ട് ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യാൻ അങ്ങനത്തെ വർക്കൗട്ടിന്റെ ആവശ്യമില്ല. ഹൈപ്പർട്രോഫി ആണ്. സ്ക്വാട്ട് 110 kg വരെ പോയിന്, പിന്നെ പോയിട്ടില്ല. പിന്നെ വല്ലാണ്ട് സ്റ്റോപ്പ് ചെയ്തു. ലാസ്റ്റ് ദിവസം ഞാൻ എന്ത് ചെയ്തു, 100 kg എടുത്തു. അത് മറ്റേ ഒരു വെയിറ്റ് ലിഫ്റ്റ് ഉണ്ട്, ഓനെ പോയിക്കാണ്ട് ചെയ്താണ്ട് ലെഗ് ഡേ ചെയ്താണ്. പിന്നെ അതിന് പിന്നെയും ആ ബാക്ക് പെയിൻ ഉണ്ടല്ലോ, അത് പിന്നെ വന്നു. കാരണം ആ ഒരു ഗ്ലൂട്ട്സ് ബാക്ക് പുഷ് ചെയ്യാൻ സ്ക്വാട്ട് ചെയ്യല്ലോ, ഈ ഒരു പുഷിങ്, ആ പുഷിങ് ചെയ്ത് കാണ്ട് പോയിക്കാണ്ട് പൊങ്ങണ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കി. സ്റ്റാൻസിൽ കുറച്ച് മാറ്റം വരുത്താണ്ട് എനിക്ക് അതാ തോന്നുന്നു. എൻ്റെ ലോവർ ബാക്കിലേക്ക് വല്ലാതെ ലോഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാലം ഒന്ന് വൈഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടൊന്ന് ഇരുന്ന് നോക്ക്. ഇപ്പോൾ വലിയ ഇത് വരില്ല, അതായത് ഹൈപ്പർട്രോഫി കുറവായിരിക്കും. അഡ്ജസ്റ്റേഴ്സിന് കിട്ടും, ഉള്ളിലേക്ക് ഫോക്കസ് കിട്ടും കുറച്ചുകൂടി. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാൻ സ്ക്വാട്ടിനെക്കാട്ടും നല്ല സാധനങ്ങളുണ്ട്, മെഷീൻസും കാര്യങ്ങളുണ്ട്. പക്ഷേ സ്ക്വാട്ടും ഡെഡ് ലിഫ്റ്റും പോലത്തെ വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് ആയതുകൊണ്ട് മൊത്തം ഫുൾ ബോഡി നല്ല സ്ട്രോങ് ആവും. അത് നല്ല ഫീൽ ഉണ്ട്. ഡെഡ് ലിഫ്റ്റ് എടുത്ത ടൈമിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തതാണ്. എല്ലാവരും നമ്മളെ
ലാറ്റ്സും ട്രാപ്സും എല്ലാം ബാക്ക് ഫുള്ള് ലോഡായി കിട്ടും. എന്റെ ക്രിസ്മസ് ട്രീ ഇത് കണ്ടില്ലേ, കാല് ഡെഡ് ലിഫ്റ്റിൽ വന്നാണ്, പണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവമാണ്. ഓക്കെ, ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഈ സീബം വരെ ചെയ്യലില്ലേ, സീബം സ്ക്വാട്ടും ഡെഡ് ലിഫ്റ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. ബേസിക് എല്ലാ സ്റ്റാർട്ടിങ് എടുത്ത് നോക്കി കഴിഞ്ഞാല് ഒരൊറ്റ ഇതിന് തന്നെയാണ്. അതെ അതെ അതെ, അതിനാണ് ബിൽഡ് സ്ട്രെങ്ത്തും ഇതൊക്കെ ബിൽഡ് വന്നതാണ്. പിന്നെ ലെവലെത്തിയിട്ടാണ് ഓരെന്ത് ചെയ്തത്, ഇല്ല ഇങ്ങനെ വീക്കായ ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കാല്ല. പിന്നെ ഒന്നും ചെയ്യുന്നത് നല്ല, കാരണം നമ്മളെ ഷോൾഡർ ഒന്ന് ലൂസ് ആകാൻ ഇതിപ്പം ചെയ്യുന്നതാണോ ഇങ്ങനെ വെക്കുക, മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പം ഓൾറെഡി ഷോൾഡർ ബാക്കോട്ട് ഞാൻ റിട്രാക്ട് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യുക. പിന്നെ ഈ പുള്ളി കൊടുക്കുമ്പോൾ എൻ്റെ മിഡ് ബാക്ക് വാങ്ങും. ഞാൻ ഈ പുള്ളി നിന്ന് എൽബോ വെച്ചിട്ടാ, എൽബോ വെച്ച് മുന്നോട്ട് പുള്ളി ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. പുറത്തേക്ക് പോട്ടെ, എൽബോ ഇങ്ങനെ ഓക്കെ, അങ്ങോട്ട് ഇതിങ്ങോട്ട് വലി വലി, ഈ സാധനം പുറത്തേക്ക് വലി. അത് തന്നെ, ഈ വലി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വലിക്കുക. പോണില്ല. മെല്ലെ പ്രാക്ടീസ് ചെയ്താൽ മതി. ചെറിയ ഇതെടുത്തിട്ട് വെയിറ്റ് ലിഫ്റ്റേഴ്സിന്റെ വീഡിയോ ഒക്കെ എടുത്തൊക്കെ കാണാം, ഒരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് വർക്കൗട്ട് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യണമെന്നില്ല, കാരണം നമ്മള് മസിൽ വാം ചെയ്യല്ലേ. അതുപോലെ തന്നെ കുഴപ്പമില്ല, എനിക്ക് ഈ ചെയ്യലുണ്ട് അങ്ങനെ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചില വർക്കൗട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളെ ഫസ്റ്റ് വർക്കൗട്ട് പാമ്പ് കഴിഞ്ഞു, സ്ട്രെച്ചിങ് കഴിഞ്ഞു, അതിന് വളരെ ടൈം എടുത്തു. സാധാരണ 15 മിനിറ്റ് തീർക്കേണ്ടത് നമ്മൾ മിനിമം ഒരു അരമണിക്കൂർ എടുത്തേന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ആണ്. സോ ഈ ഒരു ഗ്രിപ്പാണ് യൂസ് ചെയ്യണത്. ഇത് വെക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു, എന്തായാലും നമ്മൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു ആം സെറ്റ് അടിക്കും, പിന്നെ 3 വർക്കിംഗ് സെറ്റ്, ലാസ്റ്റ് സെറ്റിൽ ഡ്രോപ്പ് സെറ്റ് നമ്മളെ പ്ലാന്. സോ ലെറ്റ്സ് ഗോ. ആദ്യം ആം സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ലാറ്റ് പുൾ ഡൗണിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇവിടെ പോയി, കൊല്ലം പോയിനി, വന്ന് പഠിച്ച ചെറിയ ഫോമിൻ്റെ ഒരു മോഡിഫിക്കേഷൻ കാണിച്ചു തരാം. ഫസ്റ്റ് എപ്പോഴും ഞാൻ പണ്ട് ഫുള്ള് ഇങ്ങനെ ഈ ബാക്കിൽ ഇനിയായിട്ട് ഇത് ചെയ്തിരുന്നത്, അങ്ങനെ ചെയ്തത്. എന്നിട്ട് അന്ന് പോയപ്പോൾ ഇവർ പറഞ്ഞത് ഈ ലെവലിൽ നിന്നിട്ട് നേരെ സ്ട്രൈറ്റ് കുറച്ചൊന്ന് ബാക്കോട്ട് ലീൻ ചെയ്യാം, ഒരു കുറച്ചുകൂടെ ഈ ലെവലിലെ മുകളിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്യും, മാക്സിമം സ്ട്രെയിറ്റ് ചെയ്യും ബാക്ക്. അത് തന്നെ, ആ സ്ട്രെച്ച് വരട്ടെ. ഓക്കെ, സ്ട്രെയിറ്റ് സ്ട്രെച്ച് അത് തന്നെ. ഞാൻ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് അറിയാം, ഇവിടെ മാക്സിമം സ്ട്രെയിറ്റ് ചെയ്യുക, അപ്പോൾ ലാറ്റ് മാക്സിമം സ്ട്രെച്ച് ആവും. പുള്ളി ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുക. ഓക്കെ, ഇതിൽ കൂടുതൽ ഫോറാമിലേക്ക് വരുന്നുണ്ട് അല്ലേ? വരും. മറ്റേ ഞാൻ സാധാരണ മറ്റേ സ്ട്രാപ്പ് യൂസ് ചെയ്യും, അത് ഇതിമ നടക്കൂല. മറ്റേ നോർമൽ വി ഗ്രിപ്പ് വേണം. സ്ട്രാപ്പ് യൂസ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല, ഫോറാംസ് തുള്ളി വരില്ല, കറക്റ്റ് തുള്ളി നമുക്ക് ലാച്ചിന് കിട്ടും. ഇത് കുറച്ച് ഫോറാമിലൂടെ വരുന്നുണ്ട്. നല്ല സ്ട്രെച്ച് ആട്ടെ, അത് തന്നെ മാക്സിമം സ്ട്രെച്ച് ചെയ്യും. ഇപ്പോൾ 5, come on, 6, last one. Slow. Nice. സോ 8 നമുക്ക് കറക്റ്റ് കിട്ടി, പിന്നെ 2 മൂന്നത്തെ ജസ്റ്റ് ഒന്ന് ചീറ്റ് ചെയ്ത്, അത് കുഴപ്പമില്ല. നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2-3 റെപ്പ് ഒന്ന് ചീറ്റ് ചെയ്ത് അടിക്കുന്നത് നല്ലതാണ്, ഇഞ്ചറി വരാതെ നോക്കുക. അപ്പോൾ റെപ്രേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 8 to 15 റെപ്സാണ് ഞാൻ എയിം ചെയ്യല്. ഫോക്കസ് ചെയ്യുന്നത് 8ൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റ് നമുക്ക് ഓവറാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വെയിറ്റ് കുറക്കണം. 15ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ ആ വെയിറ്റ് പോരാ, നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ വെയിറ്റ് എന്ത് ചെയ്യണം, കൂട്ടേണ്ടി വരും. സോ ആ ലെവലിക്ക് വെയിറ്റ് ചൂസ് ചെയ്ത് കണ്ട് ആ ഒരു 8ൻ്റെയും 15ൻ്റെയും ഇടയ്ക്ക് ഫെയിലർ വരുന്ന രീതിക്ക് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മളും സെയിം ലോഡ് അടിച്ച് നോക്കാം. ഫുൾ സ്റ്റാക്ക് അടിക്കണല്ലേ? ഫുൾ സ്റ്റാക്ക് ട്രൈ ചെയ്യാം. ഫുൾ സ്റ്റാക്ക് ഇപ്പോൾ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ഫുൾ സ്റ്റാക്ക് അടിക്കാം, വേണേൽ ഫുൾ സ്റ്റാക്കിൻ്റെ മിഡിലുള്ള ഒരു ലോഡ് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. 78 നോക്കിയിട്ട് വേണമെങ്കിൽ ഫുൾ സ്റ്റാക്ക് പറ്റുമോ നോക്കാം. വാമപ്പ് കുഴപ്പമില്ലായിരുന്നു. One, 2, 3, 4, 5, 8, 9,
10. ഓ ഇത് 4 റെപ്പൊക്കെ പോവും വേണമെങ്കിൽ, പക്ഷേ എനർജി സേവ് ചെയ്യാം, ഫുൾ സ്റ്റേക്ക് അടിക്കാം. വെറുതെ പറഞ്ഞല്ല. സ്ട്രോങ് മാൻ. നമ്മൾ 60. കാരണം ആ കഴിഞ്ഞ സെറ്റിലുള്ള സ്ട്രെങ്ത് പോയി നമുക്ക് ഈ സെറ്റിൽ ഉണ്ടാവില്ല. സോ ഞാൻ പറഞ്ഞ പോലെ 8 to 15 റെപ്സിനുള്ളിൽ ഫെയിലിൽ വരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് ഒന്ന് കുറക്കേണ്ടി വരും. സോ വെയിറ്റ് ഒന്ന് കുറച്ചു. അതിനകത്ത് നമ്മൾ 69 അടിച്ചിരുന്നത്, ഇപ്പോൾ 60 ആക്കി. ഇതിൽ മാക്സിമം ഫെയിൽ വരെ പുഷ് ചെയ്യും. ഇപ്പോൾ 12 റെപ്സ്. നേരത്തെ നമ്മൾ 12 അറൗണ്ട് 12 ഒരു ഓക്കെ 8 ഞാൻ എടുത്തു. പിന്നെ 3 കൂടി സപ്പോർട്ട് ചെയ്യാൻ എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ മാക്സിമം ഒരു 6 ഒറ്റയ്ക്ക് എടുക്കാൻ നോക്ക്. ബാക്കി സപ്പോർട്ട് ചെയ്യാം. 6 7 പോയിക്കും നോക്കാം. 8 പോവെങ്കിലും പിന്നെ നമുക്ക് നോക്കാം. ഈസി 6 അത് തന്നെ. കമാ 7 ഒന്ന് പുള്ളി 8 കമാ 9 ലാസ്റ്റ് വൺ. ഓ നല്ല അടിപൊളി സെറ്റായിരുന്നു. സൂപ്പറായിട്ട് അടിച്ച് 7 അടിച്ചല്ലേ? 7 ഒറ്റയ്ക്ക് ചെയ്തു. നൈസ്. റെസ്റ്റ് ഒന്നും വേണ്ടി. റെസ്റ്റ് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കല്ലേ? ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും വെള്ളം കുടിക്കണം. എൻ്റെ വീഡിയോസിൻ്റെ കമൻസിൽ തന്നെ വരും വർക്കൗട്ടിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ? കോച്ച് പിടിക്കാം. അതെ മസിൽ ക്രാമ്പ്. എന്താണ് കാരണം? വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല. വർക്കൗട്ട് കഴിഞ്ഞാലും വരുന്നുണ്ട്. അപ്പൊ അതിന് മെയിൻ കാരണം ഈ ഡീഹൈഡ്രേഷൻ ആണ്. അതായത് ഹൈഡ്രേഷനിലായിട്ടും ഇലക്ട്രോലൈറ്റ് ഹൈഡ്രേഷനും അതായത് ഇപ്പൊ ചിലപ്പോ AC ഇല്ലാത്ത ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യണ്ടാവും. നല്ല സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഉള്ള ജിമ്മിലാണെങ്കിൽ നമ്മൾ ഒരു നല്ല വർക്കൗട്ട് ആണെങ്കിൽ എന്തായാലും സെറ്റ് ചെയ്യും. അപ്പൊ അത്രയും സെറ്റ് ചെയ്ത് കാണേണ്ട അത്രക്കും മേത്തുന്ന അത്രക്കും വാട്ടറും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പോവാണ്. അതിനനുസരിച്ച് തിരിച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ ആ ഇലക്ട്രോലൈറ്റ് ബാലൻസ് വരുത്തിയില്ലെങ്കിൽ മസിൽ ക്രാമ്പ് വരും. അപ്പോൾ സോഡിയം ഒക്കെ വെള്ളത്തിൽ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് സോഡിയം ഒക്കെ ഇട്ട് വെച്ചാണ്ട് കുടിക്കാം. പ്രോപ്പറായി എപ്പോഴും ഹൈഡ്രേറ്റ് ആകാനുള്ള കാര്യം ഉറപ്പ് വരുത്താം. ഫാറ്റില്ലല്ലോ. ആണ്, ഫാറ്റ് തീരെയില്ല. അതാണ് അത് തന്നെ. ഓ എൻ്റെ മോനെ ഇത്രയും ട്രൈ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ? ഇല്ല, ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചെയ്ത് നോക്കേണ്ടി, എന്നിട്ട് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ നോക്കി വേണ്ടി. കാരണം ഫാറ്റ് കുറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ വല്ലാതെ കുറയും, ഡ്രോപ്പ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബൾക്ക് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ താഴത്തേക്ക് 10% താഴത്തേക്ക് അധികം കാലം നിൽക്കാൻ പാടില്ല പറയുന്നത്. കാരണം ടെസ്റ്റോസ്റ്ററോൺ നല്ല കുറവായി. കാരണം അതിനനുസരിച്ചാണ് നമുക്ക് എനർജി ലോസും അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. റിക്കവറി വളരെ സ്ലോ ആയി കാരണം ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞാൽ. സോ നമുക്കിവിടെ 50 kg മേൽക്കാൻ എടുക്കാൻ നിൽക്കണില്ല. അപ്പോൾ അങ്ങനെ ഫുൾ സ്റ്റാക്ക് ഇട്ട് അടിക്കണം ഇവിടെ. പറയുമ്പോൾ 10 kg ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്നാലും സ്ട്രെങ്ത് അപാരം. കുറച്ച് ചീറ്ററപ്പ് ആയിരിക്കും, കാരണം ഇത്തിരി വെയിറ്റ് ഉണ്ട്. 1 പെർഫെക്റ്റ് ക്ലീൻ റെപ്സ്. 4 5 6 come on 7 come on 8 what 2 1 last one സെറ്റ് അടിപൊളി. ഞാനൊക്കെ എടുത്താൽ സംഭവിക്കാറ്. അങ്ങോട്ട് പോവാതിനപ്പോ ഇപ്പൊ കാണിച്ചരാ. ഇതുണ്ടോ തൂങ്ങാണ് ചെയ്യണ്ടോ? ഇല്ലല്ല, ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്ക്, പുള്ളി നോക്ക്. വേണമെന്ന് വെച്ചാൽ പോവും, ചെയ്യാനൊന്നുമില്ല. കൊണ്ടുപോവാണ്. നമുക്ക് നമ്മളെ യൂഷ്വൽ വെയിറ്റ് ആയ സെയിം വെയിറ്റ് 60 kg. ഞാൻ എൻ്റെ വെസ്റ്റ് എടുത്തോണ്ടേ പമ്പ് കവർ ഇരിക്കും. ടു ഹിപ്പ് റേഷ്യോ ഉണ്ട്. മിഡിലൊന്ന് ട്രാപ്സ് കൂടി ബിൽഡ് ചെയ്താണ്ടല്ലോ സെറ്റ് ആവും. ആവശ്യമില്ല. ട്രാപ്സ് വേണം. ഇപ്പം നമുക്ക് ആ മെയിനായിട്ട് ആ ഒരു ഡെൽറ്റ്
ഡെൽറ്റും ലാറ്റ്സും അത് വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഫാറ്റ് പോയി കഴിഞ്ഞാൽ ഇനിയും വേസ്റ്റും ചേർത്താവും. ഫാറ്റാണ് ഇതൊക്കെ ഫാറ്റാണ് ഞാൻ കാണിച്ചതാ. ഇപ്പോൾ ഒരു 1.5 മാസം 2 മാസമായി. അപ്പം ഇനിയിപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇറക്കിയിട്ട് അവിടുന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്ന് വിചാരിക്കുന്നത്. ആ ടൈമിൽ നമുക്ക് നല്ലോണം ബിൽഡ് ചെയ്യാൻ കഴിയും. അതെ 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 ലക്ഷ്മണ സംഭവമാണ്. അത് ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞ ടൈം ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഓവറായിക്കാണ്ട് ജങ്ക് കഴിക്കാതെ പ്രോപ്പറായിക്കാണ്ട് ലീനായി കയറ്റാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസിൽ മാസം കയറും. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്താണ്. എൻ്റെ ബോഡി വെയിറ്റ് 76.5 കോമ്പറ്റീഷന് തൊട്ട് മുന്നേ. കോമ്പറ്റീഷന് മുന്നേ ഒരു പനി വന്ന് അപ്പം ഞാൻ കട്ടിങ്ങിലും ഇനി പെട്ടെന്ന് 3 കിലോ ഡ്രോപ്പായി. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ജങ്ക് വെച്ച് കയറ്റണ്ട, അപ്പം നല്ല വൃത്തിയുള്ള ഷേപ്പിലും നല്ല അതിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാ. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ അധികം ഷേപ്പ് ആയിട്ടില്ല. ആ ഒരു ഫിസിക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഇത് അത്ര കയറിയില്ല, കുഴപ്പമില്ല. നേരത്തെ സെറ്റ് കറക്റ്റ് സ്ട്രെങ്ത് നമ്മൾ കൂടല്ല ചെയ്യുക, കുറഞ്ഞല്ലേ ചെയ്യുക. അതെ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും ഡ്രോപ്പായി വരും. ഇത് ഞാൻ പണ്ടും ചെയ്ത ഇതായിരുന്നു, മിസ്റ്റേക്ക് ആയിരുന്നു. ലാസ്റ്റ് സെറ്റിൽ മാത്രമേ മാക്സിമം എടുത്താൽ അടിക്കാൻ. പക്ഷേ തുടക്കത്തില് സ്ട്രെങ്ത് പോയി നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. ശരിക്കും ഏറ്റവും നല്ല ഒന്ന് റിവേഴ്സ് പിരമിഡ് ചെയ്യുക. റിവേഴ്സ് പിരമിഡ് കുഴപ്പമില്ല, അല്ലെങ്കിൽ സെയിം വെയിറ്റ് 3 സെറ്റ് അതാണ് ചെയ്യാം. അതായത് ചിലവര് ഫോം നോക്കാതെ എടുക്കും, അത് ഭയങ്കര ഇഞ്ചുറി വരും. പക്ഷെ ആദ്യം ഫോം കറക്റ്റ് ആക്കിയിട്ട് പിന്നെ കൺട്രോൾ ചെയ്ത് ഫസ്റ്റിന് നല്ല ഹെവി എടുത്ത് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും. അപ്പം എന്തായാലും കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെക്ക്. കഴുത്തിൽ സ്ട്രെയിൻ വരില്ലേ കേൾക്കല്ലേ? ഈ അടിക്കുമ്പോൾ ഒന്ന് നേരെ നോക്കുക, മുകളിലേക്ക് നോക്കണ്ട, നേരെ നോക്കിയാൽ മതി. താഴേക്ക് നോക്കുമ്പോൾ അത് ശീലമായി പോയതല്ലേ ഏത്? അതന്നെ ഇപ്പോൾ ഓക്കെ. കൊത്തി പിടിച്ച സീനാവും. നമ്മൾ അടിക്കുമ്പോഴേ ഇങ്ങനെ നോക്കിയാൽ സ്പൈന് ബെൻഡായി, ഇങ്ങനെ നോക്കിയാൽ സ്പൈന് ബെൻഡായി. അപ്പോൾ സ്പൈൻ ബെൻഡായി കഴിഞ്ഞാൽ കഴുത്തിലേക്ക് സ്ട്രെയിൻ വരും. മാക്സിമം സ്ട്രെയിറ്റ് ആയി പിടിക്കാൻ നോക്കുക. എന്നാലും നമ്മൾ പണ്ട് ശീലിച്ച ഒരു സാധനം എപ്പോഴും മൈൻഡിലുണ്ടാവും. മാക്സിമം കൺട്രോൾ ചെയ്യാം. എനിക്ക് മുകളിലേക്കാ പോവുക. ഞാൻ അങ്ങനെ ശീലിച്ചത്. ഞാൻ സ്കോട്ടൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി ശീലിച്ച് എന്തടിക്കുമ്പോഴും ഇങ്ങനെ വരും. സെക്കൻഡ് വർക്കൗട്ട് അത് പറഞ്ഞല്ലേ, ക്ലോസ് ഗ്രിപ്പ് സീറ്റഡ് റോ. അപ്പോൾ ലാറ്റ്സ് ബോക്സ് ചെയ്യുന്നത് അല്ലേ? ലാറ്റ്സും മിഡ് ബാക്കും രണ്ട് ബോക്സ് ചെയ്യണം. ശരി, കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് കിട്ടണം. ആ ഒരു മിഡിൽ ലെങ്ത്തിലുള്ള ഇവിടെ അല്ല, കുഴപ്പമില്ല. നമ്മളിത് V-bar വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ലിഫ്റ്റിംഗ് സ്ട്രാപ്പ് ഇടുമ്പം കൂടുതൽ പേര് ജസ്റ്റ് ഉണ്ട് ഇട്ടാണെങ്കിൽ ചുറ്റി പിടിക്കും. പക്ഷേ ഇങ്ങനെ ഹിറ്റേണ്ടത് അതെ നേരെ ഓപ്പോസിറ്റ് വേണം വെക്കാൻ. ഓപ്പോസിറ്റ് വെച്ചിട്ട് ഒരു 2 ചുറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് പിടിക്കും. അതെ ഓക്കെ. നമ്മൾ പുള്ളി ചെയ്യുമ്പം അതിനനുസരിച്ച് ഗ്രിപ്പ് ടൈറ്റ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, വേറെ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷെ പിന്നെ നമുക്ക് ഗ്രാജുവലി അത് ശീലമാവും, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും കഴിയും. അപ്പം ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ വിട്ട് കഴിഞ്ഞാലും അതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ലോഡ് കൂട്ടിയാവും 30 kg 30 അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റ് നമ്മൾ 30 ചെയ്യുന്നത്. സോ ഫുൾ സ്ട്രെച്ച് നൈസ്. താഴത്തേക്ക് വലിക്കുന്ന സമയത്ത് ലാറ്റ്സിനും നമ്മൾ കുറച്ച് ഒന്ന് മേലേക്ക് കഴിഞ്ഞാൽ മിഡ് ബാക്കും കിട്ടും. നൈസ്, ഈസി. കാമ നല്ല സ്ട്രെച്ച് വരട്ടെ, നല്ല കോൺട്രാക്ഷൻ. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അവിടെ. ഈസി. അതാണ് നൈസ്, സൂപ്പർ. അപ്പോൾ ലാസ്റ്റ് 1-2 റെപ്പ് ഷിഫ്റ്റ് കഴിഞ്ഞാലുണ്ടോ അത് പോകില്ല. കുറച്ചുകൂടെ റെസ്റ്റ് എടുത്താണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും പമ്പ് ഉണ്ടാവില്ല, എനർജി ഇല്ല. പക്ഷേ നല്ല എനർജി ഉണ്ടാവും, നല്ല പമ്പും ഉണ്ടാവും. അത്രയും ദിവസമായ റെസ്റ്റ് നമുക്ക് പോസിറ്റീവായി കണ്ടുകയറാൻ ബാധിക്കാം. മസിലിന് റിക്കവറി കിട്ടും. എവിടെയും റിക്കവറാൻ ബാക്കിയില്ലെങ്കിലൊക്കെ ഇതുണ്ടെങ്കിൽ അതാവും, ജോയിൻസ് ഒന്ന് ഫ്രീ ആവും.
ആ ഡെയിലി ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജോയിൻസിന് ഭയങ്കര സ്ട്രെയിൻ ആയി കാണും. അപ്പോൾ നമ്മൾ ആ ഒരു 5 ദിവസം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ജോയിൻസ് ഒന്ന് ഫ്രീ ആയി കിട്ടും. കുറേ ബെനിഫിറ്റ് ഉണ്ട്. ശരിക്കും പവർ ലിഫ്റ്റിങ്ങിൽ ഒരു സ്റ്റൈലുണ്ട്. പവർ ലിഫ്റ്റിങ്ങിൽ നമ്മൾ ഡീലോഡ് വീക്ക് എന്നാണ് വിളിക്കുക. വെച്ചാൽ നമ്മൾ അത്രയും പീക്കിലെത്തി അത്രയും ഹെവി ലോഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ലോഡ് വർക്കൗട്ടൊക്കെ സെയിം തന്നെ, പക്ഷെ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു 40% വെയിറ്റ് 50% ബോഡി ബിൽഡിങ്ങിലുണ്ട് ഡീലോഡ്. അപ്പം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും, അതായത് നമ്മൾ പ്രോഗ്രസ് സ്റ്റക്ക് ആയത്, അതായത് വെയിറ്റ് കൂട്ടാനായിട്ട് ഒരു സിറ്റുവേഷൻ വരും. ആ ടൈമിൽ ഇതേപോലെ ഡീലോഡ് അപ്പോൾ ഡീലോഡ് ചെയ്യുമ്പോൾ ബോഡിയിലെ സ്ട്രെസ് മാക്സിമം കുറയും. അതുപോലെ തന്നെ ഹെവി ആയിക്കാണ് നമ്മൾ വെയിറ്റ് എടുക്കില്ല, ഫെയിൽ വരാൻ പുഷ് ചെയ്യില്ല. ഇതേപോലെ 40% എത്രയൊക്കെയാണ് കട്ട് ചെയ്ത് കാണാൻ ലോഡ് കുറക്കും. പിന്നെ അങ്ങോട്ട് പിന്നെ വീണ്ടും പ്രോഗ്രസ് ചെയ്തു. അപ്പം ഇത് കൂടും, ആ ഒരു പെർഫോമൻസ് പ്രോഗ്രസ് ഉണ്ടല്ലോ ഇതാവും. നമ്മൾ ട്രൈ നോക്കില്ല, പക്ഷെ കൂടുതൽ ട്രൈ നോക്കിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലുണ്ട്. ശരിക്കും ഒരു 6 വീക്കിൽ ഒരു ഡീലോഡെങ്കിലും ചെയ്യണം. വേണം മാക്സിമം ആണ് 6 വീക്ക്. നമ്മൾ ലോഡ് കുറവാണ്, നമ്മൾ അടിച്ച സെറ്റ് കുറച്ചുകൂടെ ഹെവി ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെയിറ്റ് പ്രോഗ്രസ് ചെയ്ത് ഞാൻ വരുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ ആ ഒരു പഴയ സ്ട്രെങ്ത്ക്ക് എത്തിയിട്ടില്ല, ആ ഒരു പീക്ക് സ്ട്രെങ്ത് ഇപ്പോഴും റീഗെയിൻ ചെയ്തിട്ടില്ല. മെല്ലെ മെല്ലെ ഗ്രാജുവലി റീഗെയിൻ ചെയ്ത് വരും. ഒന്നും പെട്ടെന്ന് നടക്കില്ല, എല്ലാത്തിനും ടൈം എടുക്കും. അതന്നെ പോട്ടെ, കുഴപ്പമില്ല, ചീറ്റ് ചെയ്താലും കുഴപ്പമില്ല. 6 7 ഡ്രോപ്പ് ചെയ്യാം. വെയിറ്റ് 8 ജസ്റ്റ് റൗണ്ട് ആവല്ലേ, സ്ട്രൈറ്റ് ആക്കി പിടി ഷോൾഡർ. അതന്നെ, വെയിറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. കറക്റ്റ് ഫോമിൽ ചെയ്യും, കൺട്രോൾ ചെയ്ത് ജസ്റ്റ് റൗണ്ട് ചെയ്യല്ലേ, സ്ട്രൈറ്റ് നോക്ക്. അതന്നെ ഈസി, മാക്സിമം സ്ട്രെച്ച്. നല്ല സ്ട്രാപ്പ് ഇട്ടാൽ പിന്നെ ചെയ്യാതെ വേറെ വഴിയില്ലല്ലേ. വിടണം എന്ന് തോന്നിയാൽ വിടാൻ പറ്റില്ല. 60 നോക്കാം, 60 പോകും. ഓക്കെ ലാസ്റ്റ് വൺ. ഓടെ എത്ര ആക്കണം? 30 40. 2 മിനിറ്റ്. ഫുള്ള് ബൈസിപ്സിലേക്ക് വരുന്നത്. അയ്യോ, കാരണം ഇത് ബോഡി ബിൽഡേഴ്സിനെ പോലെ നിങ്ങൾ തീരെ ട്രെയിൻ ചെയ്യല്ല. സെറ്റ്. ഫ്രണ്ട് ലാസ്റ്റ് എടുക്കുമ്പോൾ മാക്സിമം കയറ്റി പിടിച്ചു വേണ്ടി. എങ്ങനെ? മേലെ ഇവിടെ സൈസ് കൂടൂലേ? ശരിയാ, ഞാൻ ഇവിടെ പിടിക്കല്ലോ. അവിടെ പിടിക്കും. അവിടെ മറ്റേ ഇത് ചെയ്യുമ്പോൾ ഈ സംഭവം ചെയ്യുമ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിടിക്കും, താഴത്ത് പിടിക്കും. മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് ബാക്കിൽ നിന്ന് കാണിക്കാം. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കയറ്റി പിടിച്ചിട്ട് റിബ്സിന്റെ താഴെ കുറച്ച് കയറ്റി പിടിച്ചതാകുമ്പോൾ കുറച്ചുകൂടി സൈസ് ഇത് കൂടിയാണ്ടോ സൈസ് കൂടി കിട്ടും. താഴത്തേക്ക് പിടിക്കുമ്പോൾ അത് സൈസ് കിട്ടില്ല നമുക്ക്. ഇനി നമുക്കൊരു ചെസ്റ്റ് സപ്പോർട്ടഡ് റോ ആണ് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ എൽട്ടും ട്രാപ്സും അതിന് കൂടെ അപ്പർ ബാക്ക് ഫുള്ളും റംബോയിഡ്സും ഒക്കെ കണ്ട് ഫുൾ ഓടായി കിട്ടും. മിഡ് ട്രാപ്സും അപ്പർ ട്രാപ്സും നമുക്ക് ചെയ്യണം ഒരു വർക്കൗട്ട്. എന്താ ചെയ്യാം? അപ്പർ ട്രാപ്സ് നല്ലോണം ഫോക്കസ് ചെയ്യണം. സോ എത്രത്തെ വർക്കൗട്ട് നമ്മളത്? മൂന്നാമത്തെ വർക്കൗട്ട് ആയിട്ടുള്ളൂ. 1 മണിക്കൂറായി. അപ്പോൾ നമ്മൾ വർക്കൗട്ടിനെക്കാളും കൂടുതൽ ചെയ്യുന്നത് സംസാരമാണ്. എന്തായാലും മൂന്നാമത്തെ വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് സപ്പോർട്ടഡ് ഡംബൽ റോ. ഓക്കെ, നമ്മൾ അപ്പർ ബാക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ ഒരു റെഡ് ട്രാപ്സ് മിഡ് ബാക്ക് എല്ലാം കൂടെ ഫോക്കസ് ചെയ്തിട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വർക്കൗട്ട് ഫിനിഷായി. പിന്നെ നമുക്ക് അപ്പർ ട്രാപ്സിനും പിന്നെ ലോവർ ബാക്കിനും ആയിട്ട് 2 വർക്കൗട്ട് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് തീരും. അപ്പർ ട്രാപ്സും ലോവർ ബാക്കും പെട്ടെന്ന് തീരും. പിന്നെ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മൾ പോകും. ഓക്കെ സോ ബാർബൽ റോനെക്കാട്ടും നല്ലത് ഡംബൽ റോ ആണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള പാത്തിൽ പുള്ള് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫോക്കസ് അനുസരിച്ച്, ഏത് മസിലാണ് ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചുകൂടെ നല്ലൊരു പാത്ത് ചൂസ് ചെയ്യാൻ പറ്റും. ബാർബൽ ആണെങ്കിൽ കൂടുതൽ അപ്പർ ബാക്കിലേക്കും മിഡ് ട്രാപ്സിലേക്കോ അപ്പർ ട്രാപ്സിലേക്കാണ് പോവുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെറ്റാണ്. പക്ഷെ ഇത് ചവിട്ടാൻ സംഭവമില്ല. അത് കാല് കയറ്റി വെച്ചാൽ മതി. ഇവിടെ കിടന്നിട്ട് കാലിങ്ങനെ ചവിട്ടിയാൽ മതി.
ഞാൻ ഇങ്ങനെ അടിക്കൽ, ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ 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 ഇരിക്കും, അങ്ങനെ നിൽക്കും. ഇങ്ങനെ ഇങ്ങനെ അടിച്ചാൽ മതി. കാല് താഴെ എത്തെങ്കിൽ താഴെ വെച്ച് അടിച്ചോ, കുഴപ്പമില്ല. വെയിറ്റ് സപ്പോർട്ട് ചെയ്യണേ. ആ ലെവൽ മതി. ഓക്കെ. എപ്പോഴും ഫുൾ വെയിറ്റ് കൺട്രോളിൽ വേണം. സ്ക്വീസ് കിട്ടുന്നല്ലേ? കുറച്ചുകൂടെ വരട്ടെ. നൈസ്, അതന്നെ അതന്നെ. ഓക്കെ. വർക്കൗട്ടിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഓവർ ചീറ്റ് ചെയ്യാൻ നോക്കിയത്. ചീറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം നമ്മളെ റൊട്ടേറ്റർ കഫ് മസിലിന് ഇഞ്ചുറി വരും. പറ്റില്ല തോന്നിയാൽ വെയിറ്റ് വെച്ച്. ഇതിന് മാക്സിമം ഞാൻ ഇത് യൂസ് ചെയ്യണ്ടെന്ന് പറയും, ഗ്രിപ്പ്. കാരണം എപ്പോഴും നമുക്ക് വെയിറ്റ് ഇടണം എന്ന് തോന്നിയാൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ പറ്റില്ല. മതി. ബാക്കി നമുക്ക് ഹെവിയിലേക്ക് കയറുമ്പോൾ എനർജി സേവ് ചെയ്താൽ. ഇപ്പം നമ്മൾ ഇങ്ങനെ പുള്ളി ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ വൈഡാക്കി പുള്ളി ചെയ്താൽ കറക്റ്റ് അപ്പർ ട്രാപ്സും ഷോൾഡർ ഇതും റിയർ ഡെൽറ്റും വരും. അത് അധികം ഹെവിയിൽ ചെയ്യും. പറ്റില്ല, കഴിയൂല. ഡേഞ്ചറാണ്. ഷോൾഡർ എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ്. ഇതാകുമ്പോൾ കുറച്ച് ലാറ്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. മീഡിയം ലെവലാകുമ്പോൾ ക്ലോസ് ആയാലും കുഴപ്പമില്ല. ക്ലോസ് ആകുമ്പോൾ കൂടുതൽ ലാറ്റ്സിന്റെ സപ്പോർട്ട് വരും. സേഫാ. പക്ഷെ ഓവറെ വൈഡ് ആയി കഴിഞ്ഞാൽ ഇതിമേ കിട്ടില്ല. 8, come on, last one more. Okay. 9, 10. മതിയോ? ഇതിപ്പോ അറൗണ്ട് ഒരു 9 ഒക്കെ അല്ലേ ഉണ്ടാവും? 9, 10. എനിക്ക് പണ്ട് മുതലേ എങ്ങനെയാണോ ബോഡി ഫാറ്റ് കുറവാണോ, അല്ലേ കട്ട് ചെയ്ത് കൊണ്ടതാ? പണ്ടേ ഇങ്ങനെ ആവശ്യമുണ്ടല്ലേ? ബോഡി ബിൽഡർ വേഴ്സസ് പവർ ലിഫ്റ്റർ. ഞാനൊരു ഇങ്ങനെ ഷോട്ട് എടുക്കും. മസിൽ മാസ് ബോഡി ഉണ്ടാവും, പക്ഷേ ഫാറ്റ് വേണം. എന്താണെന്ന് വെച്ചാൽ സ്ട്രെങ്ത്തും കുറച്ചുകൂടി റൗണ്ട് ചെയ്ത് പുള്ളി വെച്ചാൽ മിഡ് ട്രാപ്സും അപ്പർ ട്രാപ്സും കുറച്ചുകൂടി കിട്ടും. അങ്ങനെ അല്ലേ? ശരിക്കും ഇതാണ് ഷഗ് ചെയ്യേണ്ട ഒരു കറക്റ്റ് ഇത്. മറ്റേ ജേക്ക് ബീല് അങ്ങനെയുണ്ട്. അതേപോലെ മറ്റേതുണ്ടല്ലോ സീറ്റ് ക്യാബിൾ അയിമ ഇരുന്നാണ്ട് ചെയ്യും. ഇതേപോലെ ബാക്ക് ലീൻ ചെയ്ത് കണ്ട് റോയിങ് എല്ലാം ഉദ്ദേശിക്കണം. ട്രാപ്സ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാണ്. നമ്മളെ ജിമ്മിൽ പറയല് ഷഗ് ഇതാ ഒന്ന് സൈഡ് എങ്ങനെ ഒന്ന് ചെയ്യണം, അല്ല എങ്ങനെ ഒന്ന് ചെയ്യണം. പക്ഷേ ഈ ഫുൾ മസിൽ വരും. ഈ ഒരു ഇത് ഫുള്ള് ട്രാപ്സ് ആണ് ചെയ്യും. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഈ സാധനം മാത്രമല്ല, നമ്മള് ഒരു അങ്ങനെ പുള്ളി ചെയ്യണം. ബാക്കിൽ വെട്ട മസിലാണ്. ഷോൾഡറിന്റെ ഇതല്ലേ, ബാക്കിൽ വെട്ട മസിലാണത്. ലാസ്റ്റ് മതി. ഓക്കെ, സെറ്റ്. ഈ ലോഡ് ഓക്കെ എന്ന് തോന്നുന്നു. ചെയ്ത് നോക്കും. കുറച്ചുകൂടെ വേണം അപ്രൈറ്റ് ആയിട്ട് നിൽക്കണോ? കുഴപ്പമില്ലല്ലോ. കയ്യിലേ ലോഡ് വരുന്നില്ലല്ലോ? ഇല്ല. ഫോറാമിലേക്ക് കംപ്ലീറ്റ് കിട്ടുന്നല്ലേ? പൊളി. സോ ട്രാപ്സ് ഫോക്കസ് ചെയ്തിട്ട് മെയിൻലി അപ്പർ ട്രാപ്സ് ഫോക്കസ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യണത്. അതായത് ചെസ്റ്റ് സപ്പോർട്ടഡ് ഷക്സ് ശരിക്കും പൊളിയുണ്ട്. അതായത് ആ ഫോക്കസ് ഫുള്ളി നമ്മൾ വെയിറ്റ് ചെയ്താൽ വേണ്ടി കാര്യമില്ല. ആ ഫോക്കസ് ഫുള്ളി നമുക്ക് കറക്റ്റ് നമുക്ക് ആ ഒരു അടിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ട്. നമ്മൾ കളിക്കാതെ പോയിക്കാണ്ട് ആ ഒരു ഇത് താഴ്ന്നു പോയതാണ്. പോയി കളിക്കുന്ന സമയത്ത് വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. സോ നമുക്ക് ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഈ നമ്മളെ വർക്കൗട്ടിൽ ആഡ് ചെയ്യണം. ഓ അടിപൊളി. 12, 30, 40. അയ്യോ നിലമ്പൊക്കെ പൊന്തുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞാൽ മസിലൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക, സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. മസിലിലേക്കുള്ള ബ്ലഡ് പമ്പ് മാക്സിമം കൂട്ടാൻ വേണ്ടി ആണത്. മസിൽ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇതൊക്കെ ബോഡി ബിൽഡിങ് ടിപ്സ് അല്ലേ ശരിക്കും? പോസിങ് ആഫ്റ്റർ വർക്കൗട്ട്
enduring workout. Arnold കണ്ടില്ലേ? Posing is so much important. 5 slow 4 3 1 2 last one complete easy അതന്നെ ഓടെ ചുമ്മാ ആ ശ്വാമോ അയ്യോ ഇവിടെ എടുത്തോ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇവിടെ അയ്യോ ഓ കണ്ടോ ഇങ്ങനെയല്ലേ ചെയ്യണ്ടേ? ഓക്കെ. ഇവിടുന്ന് കയറി വരും ആ സാധനം ഇവിടുന്ന് കയറി വന്നാണ്ട് ഫുള്ളാക്കും. നേരെ ഇങ്ങനെ ഓടിക്കുമ്പോൾ വേണ്ട ഇത് മാത്രം പോകുന്നു. അതുപോലെ പ്രൈസ് കിട്ടി കഴിഞ്ഞിട്ട് കുറച്ച് പോസിംഗ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഇങ്ങനെ നിൽക്കും. പോസിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? ഓ ഒരു പേർക്ക് ബോഡി ഉണ്ട് പക്ഷെ പോസിംഗ് ഉണ്ടാവുക. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ ഒരു മിസ്സാവണേ പ്രൈസ്. ഇപ്പോൾ റൈമണ്ടൈനൊക്കെ ആ ഒരു കേസാണ്. ശരിക്കും നമുക്ക് പോസിംഗ് കൂടി ഉഷാറാക്കുകയാണെങ്കിൽ കാസിസ്ക്ക് എപ്പോഴോ ഫസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. കാരണം ബോഡി സിമെട്രി എല്ലാം ഉണ്ട്. അവൻ്റെ ആ ഒരു എല്ലാ ബോഡിയും ഏകദേശം ഓക്കെയാണ്. ലെഗും ചെസ്റ്റും ഷോൾഡറും ഒക്കെ ഓക്കെയാണ്. പക്ഷെ പോസിങ്ങിൻ്റെ ചെറിയൊരു ഫോൾട്ട്, അതായത് ചില സമയത്ത് അവൻ്റെ കാണിക്കേണ്ട മസിൽസ് കാണിക്കാതെ അവൻ വീക്ക് പോയിന്റ്സ് ഒക്കെ കാണിക്കുക, അങ്ങനത്തെ ആ ലെഗിൽ പോസിംഗ് ഡിഫറൻസ് അപ്പം മാർക്ക് പോകും. അതിന് വേണ്ടി സ്ട്രോങ് പോയിന്റ്സ് കാണിച്ചാണ്ട് പോസിങ് കറക്റ്റായി കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും. ഓക്കെ. ആദ്യം ബോഡി വെയ്റ്റിൽ ജസ്റ്റ് ഒരു വാം പോലെ ചെയ്യാം, ഒരു 10 റെപ്പിറ്റീഷൻ എങ്ങാൻ ലൈറ്റായിട്ട്. പിന്നെ നമ്മൾ സ്റ്റാറ്റിക് ഹോൾഡാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ മാക്സിമം ഹോൾഡ് ചെയ്യാം. അത് വേണമെങ്കിൽ ചെറിയ ലോഡ് ബാക്കിൽ വെക്കണേ വെക്കാം, കുഴപ്പമില്ല. വെച്ചാൽ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യലാണ് നമ്മളെ മെയിൻ ഇത്. അപ്പം ഫസ്റ്റ് സെറ്റ് നമ്മൾ താഴെ പോയിട്ട് ഓവർ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് താഴെ പോവുക, ഈ ഒരു ലെവലിൽ നിൽക്കുക. ഓക്കെ, ജസ്റ്റ് ബാക്കിൽ നിന്ന് വാം ചെയ്യാം. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കും. വേണമെങ്കിൽ ഒരു ലോഡ് ബാക്കിൽ വെക്കാം, 5 10 വെച്ചിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ലാസ്റ്റ് വർക്കൗട്ട് ലോവർ ബാക്കിനാണ്. ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്ന് പറയും. ഹൈറ്റ് വേണേൽ അഡ്ജസ്റ്റ് ചെയ്തോ. ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യണ സമയത്ത് നമ്മളെ ഹിപ്സിന്റെ തൊട്ട് താഴത്ത് അയാൾക്ക് വരണം. ഇപ്പൊ നമ്മളിത് ഓവറായി താഴത്ത് നിൽക്കുന്നത് ഒരു ലെവല് വന്നിരിക്കുകയാണ്. ഓക്കെ, പെർഫെക്റ്റാ. നമ്മുടെ ഹിപ്സിന് തൊട്ട മേലെ. ഓക്കെ, സോ ഇത് ചെയ്യുമ്പം ഒരു കാര്യം മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, അതായത് ഓക്കെ താഴത്തേക്ക് പോയിട്ട് നമ്മൾ പൊങ്ങണ സമയത്ത് ഇതിന് മേലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടോ ഗ്ലൂട്ട്സ് വർക്കാവും. ഈ ബാക്ക് ആക്കും. അതുപോലെ തന്നെ ലോവർ ബാക്കിന് ഓവർ എക്സ്റ്റെൻഡ് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇതുവരെ പോയാൽ മതി. ഓക്കെ, ഇതുവരെ പോയാൽ മതി. എല്ലാം പോയിട്ട് ഇതുവരെ ആ ലോവർ ബാക്ക് ഫോക്കസ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യാത്ത വർക്കൗട്ടാണ്, പക്ഷെ ചെയ്യേണ്ട വർക്കൗട്ടാണ്. നമ്മൾ കൂടുതൽ സമയത്ത് സ്കിപ്പ് ചെയ്ത് കാണാണ്ട് പോകുന്ന വർക്കൗട്ടാണിത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ലോവർ ബാക്ക് നല്ല വീക്കുമായി ഉണ്ടോ. ഇപ്പം തന്നെ ടെൻഷൻ വരുന്നുണ്ടോ? അതായത് ടെൻഷൻ ആയാലും പെയിൻ അല്ല, അതായത് ടയർഡ് ആവുന്നുണ്ട്. മറ്റേ ബൈസെപ്സ് അടിക്കുമ്പോൾ ബൈസെപ്സ് ടയർഡ് ആവുമല്ലോ, അതുപോലെ തന്നെ ഇതും ടയർഡായി. ഇത് ശരിക്കും ലോഡ് വെച്ച് ചെയ്യണം. ഞാനൊരു 60 കിലോ കയ്യിൽ വെച്ചിട്ട് ചെയ്യല്. അങ്ങനെ ചെയ്ത് സ്ട്രെങ്ത് ആക്കണം ബാക്ക്. നമ്മൾ 0 ലോഡ് അതും 20 നല്ല സ്റ്റോപ്പ് ചെയ്യും. ചെയ്യാതെ നമ്മൾ ലോവർ ബാക്ക് ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത്. ഈ മെഷീനിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്ലൂട്ട്സും ഫോക്കസ് ചെയ്ത് ചെയ്യാം. അതന്നെ ആ ഒരു മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂട്ട്സ് കിട്ടുന്നില്ല. അതെ മതി. ചെറിയ നമുക്ക് എന്നാൽ ഇനി ഒരു സ്റ്റാറ്റിക് ഹോൾഡ് ചെയ്യാം കുറച്ച് നേരം. അടുത്ത ലെവല് ഇങ്ങോട്ടുണ്ട്. ഓക്കെ, വെച്ചാൽ മൈൻഡിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വെയിറ്റ് വെച്ചാൽ അത് താഴോട്ട് ഇറങ്ങി പോകരുത്. നമുക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റണം. ആ ഒരു ലെവലാണ് നമുക്ക് വേണ്ടത്. ടെൻഷൻ വരുന്നുണ്ടോ? ബോഡി ചെറുതായിട്ട് വിറയ്ക്കാൻ തുടങ്ങും, അതാണ് ഇതിൻ്റെ ഒരു സൈൻ. ടെൻഷൻ വരുന്നുണ്ട്. ചെറുതായിട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യും. ബോഡി വെയിറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ മതി. അടുത്ത് നമുക്ക് ചെറുതായിട്ട് ലോഡ് ചെയ്യാം. ഇതൊരു ഹെൽപ്പ് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് ബാക്കിൽ എടുത്ത് ചേരണം. ബാക്കിലൊക്കാം. കൈ പിടിക്കലാണ്. ഇത് ബാക്കിലെടുത്തേക്കാം. എന്നിട്ട് ഞാൻ ഒരു എന്തെങ്കിലും ഓക്കെ പറയാം, അപ്പം ജസ്റ്റ് എടുത്താൽ മതി.
ഈസി. വെച്ചോ വെച്ചോ, കുഴപ്പമില്ല, ചെറിയ ലോഡാ. ഒരു 20 കൂടി വെച്ചാലോ? നീയോ? ആ സെയിം തന്നെ. ഈ വഴി എടുത്തു തന്നോ, കുഴപ്പമില്ല. പക്ഷെ രണ്ടും ഒപ്പെടുക്കാൻ കഴിയുമോ? ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടോന്ന് ഡൗട്ടില്ലല്ലോ. താഴണേ പോകല്ലേ? ആ, ഇനി ഞാൻ പറയുമ്പോൾ ഓരോന്ന് എടുത്താൽ മതി. ആ 40 മേത്തച്ചാണ്. ഫസ്റ്റ് ലോഡ് എടുത്തോ. അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു കാരണം നമ്മൾ കാണില്ല. ശരിയാണ്. ലോവർ ബാക്ക് മസിൽ നമ്മൾ കാണില്ല. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയി ഷോ ഇറക്കുമ്പോഴോ ഒന്ന് നമ്മൾ ഈ മസിലിനെ കാണിക്കണോ ഇല്ല, ആവശ്യം വരുന്നില്ല. പിന്നെ അതിന് ഇമ്പോർട്ടൻസ് അറിയില്ല. ഇനി ഇഞ്ചറി ഒക്കെ വരുമ്പോഴാണ് മനസ്സിലാവുക. കാരണം ഇപ്പം മനസ്സിലായി, ഇപ്പം സ്ട്രെങ്ത് തീരെ ഇല്ല. അപ്പോൾ ഈ 40 kg വെച്ചാണ്ട് ഇപ്പോൾ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത്, ഞാൻ വെയിറ്റ് പോലില്ലാതെ എനിക്ക് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം അത്രക്കും വീക്ക് ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. നല്ല ഇനി റൂട്ടീനിൽ ഒരു ലോവർ ബാക്കിനുള്ള ഒരു സാധനം മസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. പണ്ട് നമുക്ക് ഡെഡ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് നമ്മൾ ലെഗിൻ്റെ അന്നൊക്കെ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്തിന്. പക്ഷേ പിന്നെ നമ്മൾ എന്താക്കി, ലോവർ ബാക്കിന് ചെറിയൊരു പെയിൻ കണ്ടപ്പോൾ എന്താക്കി ഡെഡ് ലിഫ്റ്റ് ഒഴിവാക്കി. ഡെഡ് ലിഫ്റ്റ് ചെയ്യാതായി. അതോടെ ആ ലോവർ ബാക്കിന് കിട്ടുന്ന ഒരു കളി ഒഴിവായി. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ ഹൈപ്പർ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണമായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തില്ല. സോ ഇനി നമ്മൾ ആഡ് ചെയ്യും വരും, കാരണം വെയിറ്റ് ബാലൻസ് ചെയ്യാൻ. ആ ഓക്കെ, ഈ പറയുമ്പോൾ ഞാൻ ഓരോ വെയിറ്റ് എടുക്കും കേട്ടോ. ഓക്കെ. 2 3 4 5 6 7 49 50 കമാൺ 51 52 നൈസ്. മാക്സിമം ഹോൾഡ് ചെയ്യും, അതിന് കൗണ്ടില്ല. മാക്സിമം ഡൈറ്റ് ചെയ്ത് പിടിക്കും. ഈസി. 3 2 1 ഇത്രയേ ഉള്ളൂ. Oh my god. പൊളി. മേതാവും കുഴപ്പമില്ലല്ലോ, പെയിനൊന്നുമില്ലല്ലോ? ഇല്ല അവിടെ നമുക്ക് പെയിൻ, നമുക്ക് ഇത് കറക്റ്റ് നമുക്ക് ഇവിടെ വരുന്നത്. ലോവർ ബാക്ക്. അവിടെ നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞ ഒരു ഇഞ്ചറി അവിടെ അല്ല, പോയിക്കാണ്ട് ആ ഗ്ലൂട്സിന്റെ ഒട്ട മേലേക്കാണ് അവിടേക്ക് എത്തിക്കണം. ഇവിടെ ഇത് പോയി കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ലോവർ ബാക്ക് ഫീൽ ചെയ്യണം. പക്ഷെ പെർഫെക്റ്റാ. ഇതിങ്ങനെ ഇവിടെ കാലം ഒന്നിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് പുഷ് ചെയ്യാം. അപ്പുറത്തേക്ക് അങ്ങോട്ട്. അത് തന്നെ ലോവർ ബാക്ക് സ്ട്രെച്ച് മനസ്സിലാവുന്നു. അത് തന്നെ ഈ രണ്ട് സൈഡിലേക്ക്. പുഷ് ചെയ്ത് നിൽക്കുക. തിരിച്ച് താഴേക്ക് പോവുക. ലെഗ് പിടിക്കുക, മറ്റേ കാലം പിടിക്കുക, പൊന്തുക. 1 2. കുറച്ച് വേനുണ്ടാവും, പക്ഷേ നോർമലാട്ടോ. പൊട്ടും. തല ഒരു സൈഡിലേക്ക് എടുത്ത് വെക്ക്. പൊട്ടുന്നില്ല, ഇത് ജസ്റ്റ് ബാക്ക് നല്ല ടൈറ്റ് ആൻഡ് ലൂസാക്കി, ഫുൾ ലൂസാക്കി ഇട്. ബാക്ക് ലൂസാക്കി ഇട്, തല ലൂസാക്കി ഇട്. കഴുത്ത് കിടക്കാൻ പറ്റില്ല അങ്ങനെ. കിടന്നു. ബ്രീത്ത് ഇൻ. ഇല്ലല്ല, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കുറച്ച് വേനുണ്ടാവേ. ട്രാപ്സ് ലൂസാക്കുക. അയ്യോ, ഓ
കുറച്ച് വേനുണ്ടാവും, പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖം. ആ ട്രാപ്സ് പിടിച്ച് വലിച്ചപ്പോൾ എൻ്റെ മോനെ എല്ലാത്തിലും ഫീലായി. പണ്ടേ സെറ്റല്ലേ? ആ മാലിഷ് ചെയ്യുമ്പോൾ അല്ല മാലീസ് ഞാൻ ഇട്ടെടുക്കും, മറ്റേ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നടക്കുമല്ലോ, സ്കിന്ന് പിടിച്ച് ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവന്നാൽ നല്ല സുഖം ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ പണ്ട് കാട്ടീന് ഞാന്, അതായത് ഉമ്മാന്റെ ഏട്ടനുണ്ട് ഇതേപോലെ പോയിന ആളാ. അപ്പം ഇതേപോലെ കാണിച്ചാ പോലെ കാണിച്ചെടുത്ത് നടക്കും. പക്ഷെ ഫുള്ള് പൊട്ടിയില്ലേ? നല്ലോണം പൊട്ടി, ഇവിടെ ഫുള്ള് പൊട്ടി, അവിടെ നല്ലോണം പൊട്ടി. അതായത് ഫസ്റ്റ് ചെറിയൊരു പൊട്ടി. സോ ഗൈസ്, നമ്മളെ വർക്കൗട്ട് കഴിഞ്ഞു, സ്ട്രെച്ചിങ് കഴിഞ്ഞു. അപ്പോൾ വർക്കൗട്ട് അടിപൊളിയായിരുന്നു. അതായത് കുറേ കാര്യം പഠിക്കാൻ പറ്റി, നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറേ കാര്യം പഠിക്കാൻ പറ്റി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ JP പറഞ്ഞാൽ സ്ട്രെങ്ത് ബേസ്ഡ് അത്ലീറ്റ് ആണ്. അപ്പം ആ പ്യുവർ സ്ട്രെങ്ത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മൾ പറഞ്ഞ ഹൈപ്പർട്രഫി ബേസ്ഡ് ഉള്ളൊരു അത്ലീറ്റും കൂടെയാണ്. അതായത് മസിൽ ബിൽഡിങ് മാത്രം ഫോക്കസ് ചെയ്യാൻ, അധികം സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ടൈം എടുക്കുന്ന കാര്യം മനസ്സിലായി. സോ നമ്മൾ പഠിച്ച കുറച്ച് കാര്യം പറഞ്ഞതാ. നമ്മൾ ലോവർ ബാക്കിന് ഉള്ള കളി പറ്റേ സ്റ്റോപ്പ് ചെയ്തിരുന്നു, കാരണം ഇഞ്ചുറിയാണ്, ഇനി കളിക്കാൻ പാടില്ല, റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ലോവർ ബാക്ക് നല്ല രീതിക്ക് വീക്ക് ആയിക്കണം. അതൊന്ന് ശരിക്കും മനസ്സിലായി. നമ്മൾ ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്തപ്പോൾ നല്ല രീതിക്ക് നമുക്ക് സ്ട്രെങ്ത് കുറവാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇവന് 40 kg വെച്ചാണ്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആകെ 10 kg വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്രക്കും നമുക്ക് വീക്കാണ്. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്ത് കാണാൻ നല്ല രീതിക്ക് സ്ട്രോങ് ആക്കിന്. പിന്നെ നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യാതായി, ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യാതായി. അങ്ങനെ ലോവർ ബാക്കിന് തീരെ ഒരു ഫോക്കസ് കിട്ടാതെ ലോവർ ബാക്ക് പറ്റാണ്ട് സ്റ്റിഫായി കണ്ട് കിടക്കുകയായിരുന്നു. ലോവർ ബാക്ക് അവസാനത്തെ വർക്കൗട്ടാക്കി വെച്ച് ചില ദിവസങ്ങൾ അങ്ങ് സ്കിപ്പായി പോകും. അപ്പം അത് ചെയ്യാൻ പാടില്ല മനസ്സിലായി. ലോവർ ബാക്കിന് ഒരു കളി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ട്രാപ്സ് നമുക്ക് ഫോക്കസ് ചെയ്യാണ്ട് ആ ട്രാപ്സിന് ഒരു കളി നമുക്ക് എല്ലാ ബാക്ക് ഡേൻ്റെ ഒന്നും വെക്കണം. സോ ഈ രണ്ട് കാര്യം പഠിക്കാൻ പറ്റി. അതെ, അടിപൊളി സെഷനായിരുന്നു. അടിപൊളി സെഷനായിരുന്നു. ഇനിയും ഇതുപോലത്തെ സെഷൻസ് വരട്ടെ, കൂടുതൽ ആൾക്കാർ വരട്ടെ. വെച്ചാൽ നമുക്കൊരു ഗ്രൂപ്പ് വർക്കൗട്ടൊക്കെ ആണ് നമ്മളെ മൈൻഡിലുള്ളത്. എല്ലാവരും കൂടി കുടിക്കാനുള്ളൊരു ഇത് വേറെയാവും, അതായത് വേറെ ലെവലേക്കാരം. കുറെ ആൾക്കാരെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിക്കാരം. ആ എക്സ്പീരിയൻസ് ഒക്കെ മിക്സ് ആയിക്കാണ്ട് കൂടി ചേരുമ്പം ഇറ്റ് വിൽ ബി ലൈക്ക് അമേസിങ്. സോ നമുക്ക് എന്തായാലും കുറെ എക്സ്പീരിയൻസ് കിട്ടി. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അടുത്ത വ്ളോഗായിട്ട് വേറൊരു ദിവസം കാണാം. ഓക്കെ, അപ്പം cheers guys.